അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പരിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. വളരെ പ്രാധാന്യപൂർവ്വം പൂർവികർ ശ്രദ്ധ കൊടുത്തിരുന്ന വളരെ വിലയേറിയ ദിവസങ്ങളാണ് അവസാനത്തെ 10 ദിവസങ്ങൾ. 5 നേരത്തെ നമസ്കാരം എല്ലാ സമയങ്ങളിലും നമ്മൾ കൃത്യമായി നിർവഹിക്കണം. അതേസമയം ഈ ദിവസങ്ങളിൽ ഒരിക്കലും അത് നഷ്ടപ്പെട്ടുകൂടാ. നമുക്കറിയാം, സാധാരണ ദിവസങ്ങളിൽ തന്നെ രാത്രി ഇശാ നമസ്കാരം ജമാഅത്തായി കിട്ടിയാൽ രാത്രി പകുതി നമസ്കരിച്ച പോലെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സുബഹി ജമാഅത്തായി ലഭിച്ചാൽ രാത്രി മുഴുവൻ നമസ്കരിച്ചതുപോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സാധാരണ ഒരു ജമാഅത്തിന് പോയാൽ തന്നെ ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജിന് പുറപ്പെട്ടവനെ പോലെ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പവിത്രമായ മാസങ്ങളിൽ അത്തരം കാര്യങ്ങൾ, അതുപോലെ നമുക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും മുടക്കം കൂടാതെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ള റമദാനിലെ അവസാനത്തെ 10. പിന്നെ ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നബി തിരുമേനി അഹ്യാ ലൈലഹു വ ഐഖള അഹ്ലഹു വ ശദ്ദ മിസ്റഹു. 3 കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, രാത്രി ജീവിപ്പിക്കും. രാത്രി ജീവിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഉറക്കമൊഴിക്കും. എന്തിന്? നമസ്കരിക്കാൻ, ദിക്റുകൾ നടത്താൻ, അതുപോലെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ, നല്ല നല്ല കാര്യങ്ങൾക്ക്. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറഞ്ഞത്, നബി തിരുമേനി വിശുദ്ധ ഖുർആൻ മുഴുവൻ ഒരു രാത്രിയിൽ ഓതിയത്, അതുപോലെ ഒരു രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചത്, അതുപോലെ ഒരു മാസം മുഴുവൻ നോമ്പനുഷ്ഠിച്ചത്, അതൊക്കെ റമദാൻ മാസത്തിൽ മാത്രമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ രാത്രി മുഴുവൻ ജീവിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അതിൻ്റെ ഭൂരിഭാഗം ജീവിപ്പിച്ചതിനെപ്പറ്റി ആവാം, അല്ലെങ്കിൽ മുഴുവനും അതേ ആ പദം തന്നെ എടുത്ത് നമുക്ക് അങ്ങനെ തന്നെ പറഞ്ഞാലും വിരോധമില്ല. ഇതുപോലെ ഈ മാസം നബി തിരുമേനി ചെയ്തിരുന്ന ഹദീസ് ഐഖള അഹ്ലഹു, കുടുംബത്തെ ഉണർത്തുമായിരുന്നു. സാധാരണഗതിയിൽ തന്നെ രാത്രി നമസ്കാരങ്ങളിൽ വിത്റാവുമ്പോൾ ഭാര്യമാരെയൊക്കെ ഉണർത്തിയത് ഹദീസുകൾ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചും ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇവിടെ വീട്ടിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ അവർ മാത്രമല്ല, തൻ്റെ കുടുംബത്തിൽപ്പെട്ടവർക്കും ഈ വലിയ ഫضല് ലഭിക്കണം എന്നൊരു ചിന്ത ഉണ്ടാവേണ്ടതാണ്. പിന്നെ ഹദീസിൽ പറഞ്ഞത് ശദ്ദ മിസ്റഹു, ഷദ്ദുൽ മിസ്ർ എന്ന് പറഞ്ഞാൽ കിനായ അനിൽ ഇസ്തിദാലിൽ ഇബാദ, അത് ഇബാദത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തെപ്പറ്റി പറയുന്ന പ്രയോഗമാണ്. സാധാരണഗതിയിൽ ചെയ്യുന്നതിൻ്റെക്കാൾ അധികരിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക? ആരാധനകൾക്ക് വേണ്ടിയുള്ള ഒരുക്കം. അതുപോലെ ഇങ്ങനെയും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, കിനായ അനിൽ ഇഅ്തിസാലിന്നാസ് അൻ ഇഅ്തിസാലിന്നാസ് തെർക്കിൽ ജിമാ, ആ സമയം ഭാര്യമാരെ ഒഴിവാക്കുക, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ രാത്രി മുഴുവനും അള്ളാഹുവിനെ ഇബാദത്തുമായി കഴിച്ചു കൂട്ടുക. ഇതാണ് ശദ്ദ മിസ്റഹു എന്നതിൻ്റെ അർത്ഥമായി നമുക്ക് ഉലമാക്കൾ പറഞ്ഞു തന്നിട്ടുള്ളത്. മറ്റൊന്ന്, ഈ സമയത്ത് ചെയ്യേണ്ട ഒരു വലിയ സൽക്കർമ്മമാണ് ഈത്തിക്കാഫ് ഇരിക്കുക എന്നത്, ഭജനം ഇരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലെ അവസാനത്തെ 10 പൂർണ്ണമായും ഈത്തിക്കാഫ് ഇരുന്നതായി നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, റമദാൻ അവസാനം നബിക്ക് കിട്ടിയ റമദാനിൽ നബി 20 ദിവസം ഈത്തിക്കാഫ് ഇരുന്നതായി നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും. അപ്പോൾ ആ ദിവസങ്ങൾ വളരെ പ്രധാനമായതുകൊണ്ടതാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇമാം സുഹരി ഒരിക്കൽ പറഞ്ഞൊരു വാചകം ഇങ്ങനെയാണ്: അജബല്ലിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ കാര്യം അത്ഭുതം, തറക്കുൽ ഇത്തിക്കാഫ മാ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ തറക്കഹു മുൻദു ഖദിമൽ മദീന ഹത്താ ഖബളഹുല്ല. ജനങ്ങളിൽ നിന്ന് ഇത്തിക്കാഫ് ഒഴിവാക്കി. അപ്പോൾ പലരും ഒഴിവാക്കിയത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നിട്ട് പിന്നെ മരിക്കുന്നത് വരെ ഇത്തിക്കാഫ് ഇരുന്നിരുന്നു. പക്ഷേ പലരും ഇത് ഒഴിവാക്കിയതിൽ അത്ഭുതപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്തിക്കാഫ് റബ്ബുമായുള്ള മുനാജാത്താണ്, കൂടുതൽ റബ്ബിലേക്ക് അടുക്കാനുള്ള ഒരു സംവിധാനമാണ്. അങ്ങനെ ഹൃദയം
100% ശുദ്ധീകരിക്കപ്പെടാനുള്ള ഒരു കാര്യമായിട്ടാണ് നമുക്ക് എത്തിക്കാഫിനെ മനസ്സിലാക്കാവുന്നത്. മനുഷ്യൻ്റെ മനസ്സിൻ്റെ ശുദ്ധീകരണം വളരെ പ്രധാനമാണ്. അത് നന്നായാൽ മനുഷ്യനാകെ നന്നായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അവസാന 10ൻ്റെ തുടക്കം എപ്പോഴാണ്? അത് 21ാം രാവിൻ്റെ മഗ്‌രിബിൻ്റെ തൊട്ട് മുമ്പ്, 27 എന്ന് പറഞ്ഞാൽ 20ാം നോമ്പ്, അന്ന് നോമ്പ് തുറക്കുന്നതിൻ്റെ മുമ്പ് മഗ്‌രിബിൻ്റെ മുമ്പായി പള്ളിയിൽ ഇത്തികാഫിരിക്കുക എന്നതാണ് അതിൽ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ന്യായം എന്താണെന്ന് ചോദിച്ചാൽ 21ാം രാവും ലൈലത്തുൽ ഖദറിന് സാധ്യതയുള്ള രാവാണ്. അവസാന 10ലെ ഒറ്റയിട്ട രാത്രികളിലാണ് ഖദറിൻ്റെ രാത്രിയെ പ്രതീക്ഷിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് 21ാം രാവിലും ഉള്ളത് കൊണ്ട് അത് കിട്ടുക എന്ന ലൈലത്തുൽ ഖദർ കിട്ടലാണല്ലോ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം ഇത്തിക്കാഫിൻ്റെ. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു 21ാം നോമ്പിൻ്റെ അന്ന് രാവിലെ സുബഹി നിസ്കരിച്ചതിന് ശേഷമാണ് ഇത്തിക്കാഫിൽ ഇരിക്കുക എന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് മനസ്സിലാക്കിയെടുത്ത് വന്ന ഒരു വീക്ഷണ വ്യത്യാസമാണ് പണ്ഡിതന്മാർ അതിനെപ്പറ്റി പറയുന്നത്. എന്നാൽ ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും അതുപോലെ 4 മദ്ഹബിൻ്റെ ഇമാമിയങ്ങളും ഒക്കെ പറയുന്നത് 21ാം രാവിലെ എന്ന് പറഞ്ഞാൽ 20 നോമ്പ് കഴിഞ്ഞു, അന്ന് മഗ്‌രിബ് മഗ്‌രിബിന് തൊട്ട് മുമ്പ് പള്ളിയിൽ ഇത്തിക്കാഫിന് വേണ്ടി പോവുക എന്നുള്ളതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നമസ്കരിച്ചതിന് ശേഷം, ബുഖാരിയുള്ള ഒരു ഹദീസിൻ്റെ വാചകം എങ്ങനെയാണ്, നബി തൻ്റെ ഇത്തിക്കാഫിൻ്റെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശിച്ചു എന്ന ആയിഷാബിയുടെ ഹദീസ് വന്നപ്പോൾ ചില പണ്ഡിതന്മാർ അക്ഷരാർത്ഥത്തിൽ എടുത്തിട്ട് അത് 21ാമത്തെ നോമ്പിൻ്റെ അന്ന് രാവിലെയാണ് അവസാനത്തെ 10ലെ ഇത്തിക്കാഫ് തുടക്കം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഭൂരിപക്ഷം പണ്ഡിതന്മാർ മറുപടി കൊടുത്തത്, ഒന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി തന്നെ 21ൻ്റെ രാത്രി തന്നെ പള്ളിയിൽ പോയി, എന്നാൽ ഇത്തിക്കാഫ് ഇരിക്കണ സ്ഥലത്ത് പ്രവേശിച്ചത് ആ 21ാം നോമ്പിൻ്റെ അന്ന് മുഅത്തഖഫിൽ ഇത്തിക്കാഫ് ഇരിക്കുന്ന സ്ഥലത്തിരുന്നു എന്നാണ്. അതല്ലെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞത്, ആയിഷാബി പറഞ്ഞ ഹദീസിൻ്റെ അർത്ഥം നബി 20ാമത്തെ നോമ്പിന് അങ്ങനെ പള്ളിയിൽ സുബഹിക്ക് ശേഷം ഇത്തിക്കാഫ് തുടങ്ങി എന്ന നിലക്കാണത് മനസ്സിലാക്കേണ്ടത് എന്ന് നമുക്ക് പണ്ഡിതന്മാരുടെ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി അത് അവസാനിക്കുന്ന സമയം നോമ്പ് കഴിഞ്ഞതിന് ശേഷം യഖ്റുജ് ഇദാ ഖറബത്തി ശംസ്, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം, നോമ്പ് കഴിഞ്ഞ് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അവസാനത്തെ 10 അവസാനിക്കുന്നത്. ഇനി ഇത്തിക്കാഫ് ഇങ്ങനെ പൂർണ്ണമായി ഒരാൾ വിചാരിക്കുന്നില്ലെങ്കിൽ അല്പസമയം എടുക്കാം. ഇത്തിക്കാഫ് പകലെടുക്കാം, രാത്രി എടുക്കാം, കുറച്ച് സമയം എടുക്കാം. പിന്നെ എടുക്കുന്നതിനിടെ അത്യാവശ്യം വന്നു കഴിഞ്ഞ് പുറത്ത് പോയി വന്നാൽ വീണ്ടും ഇത്തിക്കാഫിൻ്റെ നിയ്യത്ത് വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. അതിനൊന്നും വിരോധമില്ല. അതേസമയം ഇതിൻ്റെ പൂർണ്ണമായ രൂപമാണ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി വളരെ പ്രധാനമായ കുറേ അമലുകൾ ചെയ്യേണ്ട സമയങ്ങളാണ് ഇതൊക്കെ. അതിലൊന്ന് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, ഖുർആൻ ചിന്തിക്കുക, പഠനം നടത്തുക. കാരണം വിശുദ്ധ ഖുർആൻ്റെ മാസമാണിത്. ആ മാസത്തിൽ തന്നെ ഖുർആൻ ഇറങ്ങിയത് ഖദറിൻ്റെ രാത്രിയാണ്. അപ്പോൾ അവസാനത്തെ 10ലാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആന് നമ്മൾ നന്നായി പ്രാധാന്യം കൊടുക്കേണ്ട സമയമാണ്. വിശുദ്ധ ഖുർആൻ ഓരോ അക്ഷരത്തിനും 10 ഇരട്ടി പ്രതിഫലമുണ്ട്. എന്നാൽ ആ ഖുർആൻ ഓത്ത് അത് ഖദറിൻ്റെ രാത്രിയിൽ വരികയാണെങ്കിലോ അത് വലിയ പ്രത്യേകതയാണ് അതിനുള്ളതെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എല്ലാ റമദാനിലും വരും, ഖുർആൻ ഒത്തു നോക്കും. നബിക്ക് കിട്ടിയ അവസാനത്തെ റമദാൻ 2 പ്രാവശ്യം ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആൻ ഒത്തു നോക്കിയത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് വിശുദ്ധ ഖുർആനുമായുള്ള അകൽച്ച പലർക്കുമുണ്ട്. വിശുദ്ധ ഖുർആൻ പാരായണം വളരെയേറെ ശ്രദ്ധിക്കണം. റബ്ബിലേക്ക് അടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ്. ഖുർആൻ നമുക്ക് സാക്ഷി പറഞ്ഞ് നമുക്ക് വേണ്ടി തർക്കിക്കും. അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കും. സൂറത്തുൽ ബഖറ, ആലി ഇമ്രാനും മുമ്പോട്ട് വരും. ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക്, ഖുർആനുമായി ബന്ധപ്പെടുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയോട് ഈ വിശുദ്ധ ഖുർആൻ തർക്കിക്കും, ഖുർആൻ്റെ ആൾക്കാർക്ക് വേണ്ടി എന്നൊക്കെ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ പൂർവികർ ധാരാളമായി പാരായണം ചെയ്തിരുന്നു. 1-2 ഉദാഹരണം പറയാം. അൽ അസ്വദ് ഇബ്നു യസീദ്, അദ്ദേഹത്തെ പറ്റി പറയുന്ന, അദ്ദേഹം 6 ദിവസം കൂടുമ്പോൾ ഖുർആൻ സാധാരണ ഓതി തീർക്കാറുണ്ട്. എന്നാൽ റമദാൻ വന്നാൽ അത് 3 ദിവസമാക്കി ചുരുക്കും. 3 ദിവസത്തിനുള്ളിൽ ഖുർആൻ ഓതും. എന്നാൽ അവസാനത്തെ 10 ആയാൽ അത് ഓരോ രാത്രിയിലും അദ്ദേഹം ഓതി തീർക്കുമായിരുന്നു.
ഇതുപോലെ ഇമാം ഷാഫി, ഇമാം അബു ഹനീഫയൊക്കെ ഈ അവസാനത്തെ 10 ഓരോ രാത്രിയിലും ഖുർആൻ ഓതി തീർക്കുന്നതായി അവരെ പറ്റിയുള്ള റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ 3 ദിവസത്തിൽ കുറച്ച് ഖുർആൻ ഓതാൻ എടുക്കരുത് എന്ന രൂപത്തിലുള്ള ഹദീസ് വന്നിട്ടുണ്ട്. അത് ഇത്തരം പ്രത്യേക സന്ദർഭങ്ങളിലല്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേക പവിത്രമായ സ്ഥലം മക്കയിൽ വെച്ചിട്ട് നമുക്ക് ഒരു ദിവസം തന്നെ എത്ര പ്രാവശ്യം ഖുർആൻ ഓതി തീർക്കാം. ഇതുപോലെ നല്ല സമയങ്ങൾ റമദാനിലെ അവസാനത്തെ 10 അങ്ങനെ ചെയ്യാമെന്നത് കൊണ്ടാണ് പണ്ഡിതന്മാരത് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ അവസാന 10 ഇതിങ്ങനെ ചെയ്യാനുള്ള പ്രധാന കാരണം എന്താ ചോദിച്ചാൽ അന്നാണ് ഖദറിൻ്റെ രാത്രി. വിശുദ്ധ ഖുർആൻ അതിനെപ്പറ്റി പറഞ്ഞത് ഇന്ന അൻസൽനാ ഫീ ലൈലത്തുൽ ഖദർ, തീർച്ചയായും നാം ഖുർആൻ ഇറക്കി ഖദറിൻ്റെ രാത്രിയിലാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, എന്താണ് ഖദറിൻ്റെ രാത്രി, അതിനെപ്പറ്റി താങ്കൾക്ക് എന്തറിയാം? അപ്പോൾ ഖദറിൻ്റെ രാത്രിയുടെ മഹത്വം പറയാനാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ. ലൈലത്തുൽ ഖദർ, ഖദറിൻ്റെ രാത്രി ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ ഉത്തമമാണ്. അന്ന് തനസലുൽ മലായിക്കത്ത് വറൂഹു ഫീഹ, അന്ന് മലക്കുകൾ ഇറങ്ങി വരും. അതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങും. ഇതിന് റബ്ബിൻ, അവരുടെ റബ്ബിൻ്റെ അനുവാദത്തോടെ. മിൻ കുല്ലി അംരിൻ സലാമുൻ ഹിയ ഹത്താ മത്ലൽ ഫജർ, എല്ലാ കാര്യത്തിൽ നിന്നും സലാമുള്ള, രക്ഷയുള്ള, സുരക്ഷിതമായ അവസ്ഥയിലാണ് ആ രാത്രി ഉള്ളത്. ഹത്താ മത്ലൽ ഫജർ, പ്രഭാതം ഉദിക്കുന്നത് വരെ സലാമാണ്, എല്ലാ നിലക്കുള്ള സമാധാനം, സുരക്ഷ. അപ്പോൾ ഇവിടെ ഈ ഖദറിൻ്റെ രാത്രി അല്ലെങ്കിൽ അവസാന 10 ബന്ധപ്പെട്ട്, ഈ അവസാന 10 ലൈലത്തുൽ ഖദർ. അപ്പോൾ അവിടെ ഖദറിൻ്റെ പ്രത്യേകത ഒന്ന് ഇവിടെ പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ, ലൈലത്തുൽ ഖദറിൻ്റെ പ്രത്യേകത അന്ന് ഖുർആൻ ഇറക്കപ്പെട്ടു എന്നതാണ്. ഇന്ന അൻസൽനാ ഫീ ലൈലത്തുൽ ഖദർ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് ആ പേര് അങ്ങനെ? അതിന് പല അർത്ഥമുണ്ട്. ഖദർ എന്ന് പറയുമ്പോൾ കണക്കാക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം എന്തൊക്കെ നടക്കുമെന്ന് തീരുമാനിക്കുന്ന രാത്രിയാണ് ആ ഖദറിൻ്റെ രാത്രി. സൂറത്ത് ദുഹാനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഫിഹ യുഫ്റഖുല്ലു അംരിൻ ഹക്കീം, എല്ലാ ഭദ്രമായ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നത് ആ രാത്രിയിലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും ആ കണക്കാക്കൽ? അതിനെപ്പറ്റിയുള്ള വിശദീകരണത്തിൽ സഹാബികളും അതിനുശേഷമുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് യുഖദ്ദിറുല്ലാഹു സുബ്ഹാനഹു മഖാദിറ ഖലായിഖ് ഇലാ മദാരില്ല, ഒരു വർഷത്തിൽ എന്തൊക്കെയാണ് സൃഷ്ടികളുമായി ബന്ധപ്പെട്ട കണക്കുകൾ അന്നാണ് കണക്കാക്കപ്പെടുന്നത്. യുക്തബു ഫിയൽ അഹ്യാ വൽ അംവാത്ത്, ആരൊക്കെ ജീവിക്കും, ആരൊക്കെ അന്ന് ജനിക്കും, അതുപോലെ ആരൊക്കെ ആ കൊല്ലത്തിനിടയിൽ മരിക്കും, വന്നാജൂന വൽ ഹാലിക്കുൻ, ആരൊക്കെ രക്ഷപ്പെടും, ആരൊക്കെ നശിക്കും, വസ്വാദാ വൽ അഷ്ഖിയ, ഭാഗ്യവാന്മാരാരാണ്, ദൗർഭാഗ്യവാന്മാരാരാണ്, വൽ അസീസ് വൽ ദലീൽ, അതുപോലെ നിന്ദനാരാണ്, പ്രതാപി ആരാണ്. കുല്ലു മാറാദഹുല്ലാഹു സുബ്ഹാനഹു വ തആല ഫി സനത്തിൽ മുഖ്ബില, വരാനുള്ള ഒരു വർഷത്തിൽ എന്തൊക്കെ എന്ന് റബ്ബ് ഉദ്ദേശിച്ചുവോ അതൊക്കെ തീരുമാനിക്കുന്ന രാത്രി. അതുകൊണ്ടാണ് ലൈലത്തുൽ ഖദർ എന്നതിനെപ്പറ്റി പറഞ്ഞത് എന്ന് ഒരു അഭിപ്രായമുണ്ട്. വേറെയും ഖദറിൻ്റെ രാത്രിയെ പറ്റി അഭിപ്രായങ്ങളുണ്ട്. പിന്നെ ഖദറിനെ പറ്റി ഇവിടെ ലൈലത്തുൽ മുബാറക്, അത് അനുഗ്രഹീതമായ രാത്രിയാണ്. കാരണം ഇന്ന അൻസൽനാ ഫീ ലൈലത്തിൻ മുബാറക്കത്തിൻ എന്നാണ് പറഞ്ഞത്. അനുഗ്രഹീതമായ രാത്രിയിലാണ് നമ്മൾ പരിശുദ്ധ ഖുർആനെ ഇറക്കിയിട്ടുള്ളത് എന്ന് സൂറത്ത് ദുഹാറിലെ 3-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാത്രി വളരെ അനുഗ്രഹീതമാണ്. അവസാനത്തെ 10 നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആ രാത്രി അനുഗ്രഹീതം എന്ന് പറഞ്ഞാൽ അന്നത്തെ ആരാധനകൾ ഖൈറു മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ ഉത്തമം എന്ന് പറഞ്ഞിട്ടുണ്ട്. 1000 മാസം എന്ന് പറഞ്ഞാൽ 83 വർഷവും 4 മാസവും എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പോൾ അന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഈ 83 വർഷം പാരായണം ചെയ്തതിനേക്കാൾ, അന്നത്തെ നമസ്കാരം 83 വർഷം നമസ്കരിച്ചതിനേക്കാൾ, അന്നത്തെ ഓരോ കാര്യങ്ങളും, ദിക്റുകൾ, ദുആകൾ എല്ലാം, എന്തൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്താൽ നമ്മുടെ നന്മകൾ ഒരുപാട് ഇരട്ടിപ്പിക്കപ്പെടും. അത് വല്ലാത്ത ഒരു അനുഗ്രഹമാണ്. അപ്പോൾ അത് ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ പറഞ്ഞത് അന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരും, അതുപോലെ മലക്കുകൾ ഇറങ്ങി വരും. മലക്കുകളും ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളുടെ നേതാവ്, അതുപോലെ മറ്റു മലക്കുകൾ ഇറങ്ങും. അതുകൊണ്ട് തന്നെ ഖദറിൻ്റെ രാത്രിയെ പറ്റി മറ്റൊരർത്ഥം പറഞ്ഞത് അത് തളീയക്കിൻ്റെ, ഇടുക്കത്തിൻ്റെ രാത്രി എന്നും പറയും. കാരണം ഭൂമിയിൽ സ്ഥലം ഉണ്ടാവില്ല, കണ്ടമാനം മലക്കുകൾ വന്നിട്ട് എന്ന രൂപത്തിലുള്ള വിശദീകരണം വന്നിട്ടുണ്ട്. എന്നാൽ ധാരാളം മലക്കുകൾ വരും. തീർച്ചയായും മലക്കുകളുടെ വരവ് അതിൽ ബർക്കത്തുണ്ടാകും, ഖൈറുണ്ടാകും, സലാമത്തുണ്ടാകും, യാതൊരു സംശയവുമില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ധാരാളമായി മലക്കുകൾ അന്ന് തനസലുൽ മലായിക്കത്തു വറൂഹു ഫിഹ ബി ഇതിന് റബ്ബിഹിം മിൻ കുല്ലി സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജർ. അപ്പോൾ ഖദറിൻ്റെ രാത്രി ഇവിടെ സലാമാണെന്ന് പറഞ്ഞു.
എന്താണ് ഈ സലാം? അത് ലൈല ഖാലിയ മിന ഷെറിൽ നിന്ന് രക്ഷപ്പെട്ട രാത്രി, അതുപോലെ അതാ ഉപദ്രവങ്ങളിൽ നിന്ന്. തക്സുറു ഫിയൽ അത്വാവ അമാലുൽ ഖൈർ, അതിൽ ധാരാളം അള്ളാഹുവിൻ്റെ ഇബാദത്തുകൾ വർദ്ധിക്കുന്ന ദിവസമാണ്, നന്മകൾ ധാരാളം വരുന്ന ദിവസങ്ങളാണ്. അതുപോലെ തക്സുറു ഫിയ സലാമ മിനൽ അദാബ്, ശിക്ഷയിൽ നിന്ന് ഒരുപാട് രക്ഷകൾ കിട്ടുന്ന രാത്രി എന്ന് പറഞ്ഞാൽ ആ രാത്രി ഒട്ടേറെ ആൾക്കാർക്ക് നരക മോചനം ലഭിക്കുന്ന രാത്രിയാണ്. അപ്പോൾ എല്ലാ നിലക്കും സമാധാനത്തിൻ്റെ സുരക്ഷയുടെ രാത്രിയാണ്. അപ്പോൾ ആ രാത്രി എന്ത് ചെയ്യണം? ഒന്ന് നമസ്കരിക്കണം. ഒരു കാരണവശാലും തറാവി നമസ്കാരം നഷ്ടപ്പെടരുത്. അന്ന് ഒരാളുടെ നമസ്കാരം ഒത്തു വന്നാൽ അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ഖാമ ലൈലത്തുൽ ഖദർ ഈമാനം വഹ്തിസാബൻ, ഈമാനോടുകൂടി വിശ്വാസത്തോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും ഖദറിൻ്റെ രാത്രി എഴുന്നേറ്റ് നമസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവൻ്റെ കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം അവന് പുറത്തു കൊടുക്കപ്പെടും. അപ്പോൾ ഒരുപാട് പ്രത്യേകതകൾ, ഒരുപാട് ഫضലുകൾ, അനുഗ്രഹങ്ങൾക്കൊക്കെ പുറമുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. മറ്റൊന്ന് ഇത്തികാഫ് ഇരിക്കുക. അപ്പോൾ അവസാനത്തെ 10 തന്നെ വളരെ പ്രാധാന്യപൂർവ്വം പൂർവിക ചെയ്തിരുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് നമ്മൾ പറഞ്ഞു. നബി തിരുമേനിക്ക് അവസാനം കിട്ടിയ റമദാനിൽ 20 ദിവസം ഇത്തികാഫ് ഇരുന്നിട്ടുണ്ട്. ഇതുപോലെ ആ കാലഘട്ടത്തിൽ സഹാബികളൊക്കെ ചെയ്തിരുന്ന വിഷയമാണ്. എന്നാൽ പിൽക്കാലത്ത് പലരും ഈ വിഷയത്തിൽ അശ്രദ്ധരാണ്. അപ്പോൾ ഈ രാത്രി നമ്മൾ കടന്നുറങ്ങുകയാണെങ്കിൽ വലിയൊരു ഖൈറാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ രാത്രി മുഴുവനും കഴിയുന്നില്ലെങ്കിലും കഴിയുന്നത്ര ഉറക്കമൊഴിച്ചിട്ട് നമസ്കരിക്കുകയും അതുപോലെ ദിക്റുകളിലും ദുആകളിലും ഏർപ്പെടുകയും പിന്നെ പരിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ 83 വർഷം ചെയ്യുന്നതിനേക്കാളുള്ള പ്രതിഫലം നമുക്ക് കിട്ടും. പിന്നെ ചെയ്യാവുന്ന കാര്യം ദുആ, പ്രാർത്ഥനയാണ്. ഐഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യാ റസൂലല്ലാഹ് അറഅയ്ത ഇൻ അലിംതു അയ്യ ലൈലത്തുൽ ഖദർ മാ ഖുലി ഫിഹ, ഖദറിൻ്റെ രാത്രി എന്നാണെന്ന് എനിക്ക് അറിഞ്ഞാൽ, അതറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ ഇവിടെ അതിലെ ചില ലക്ഷണങ്ങളൊക്കെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ആ ലൈലത്തുൽ ഖദർ അന്ന് രാവിലെ സൂര്യന് അങ്ങനെയുള്ള പിന്നെ അതിൻ്റെ കിരണങ്ങൾ എല്ലാം കൂടുതലുണ്ടാവുകയില്ല എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അത്രയും നമുക്കത് ബോധ്യമാവില്ല. നമ്മളെല്ലാ രാത്രിയും അത് പ്രതീക്ഷിക്കണം. ഏതായാലും ശരി, ആ സമയത്ത് നമുക്ക് അവസാനത്തെ 10 പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അള്ളാഹു നീ എമ്പാടും മാപ്പ് കൊടുക്കുന്നവനാണ്, നീ മാപ്പ് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് എനിക്ക് നീ മാപ്പ് തരണമേ. അപ്പോൾ നമ്മുടെ തിന്മകളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടലാണല്ലോ ഏറ്റവും പ്രധാനം. മഗ്ഫിറത്തു ദുനൂബ്, തിന്മകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുക, അള്ളാഹു നമ്മെ അതിൽ നിന്ന് കാത്തു രക്ഷിക്കുക എന്ന് വളരെ പ്രധാനമാണ്. അപ്പോൾ അത് ചോദിക്കാവുന്ന ഏറ്റവും നല്ലൊരു സമയമാണ്. ഏത് സമയം നമുക്ക് ചോദിക്കാം. എന്നാൽ ഈ സമയം പ്രത്യേകമായി ഐഷ റളിയല്ലാഹു അൻഹയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തൊരു കാര്യമാണ് ഈ പ്രാർത്ഥന. അവസാനത്തെ 10 അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന പ്രാർത്ഥന. അപ്പോൾ പാപമോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. പിന്നെ റമദാൻ നമ്മുടെ മുമ്പിൽ നിന്ന് കഴിഞ്ഞു പോകുന്ന സമയത്താണ്. അപ്പോഴൊക്കെ നിരന്തരമായ പ്രാർത്ഥനകൾ. ആ സമയം പ്രാർത്ഥനയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട് റമദാൻ മാസത്തിൽ എല്ലാ സമയത്തുള്ളതിനേക്കാൾ. അതുകൊണ്ടാണ് റമദാനെ പറ്റി പറഞ്ഞതിന് ശേഷം പിന്നെ ഒരായത്ത്, അതിന് ശേഷം വീണ്ടും റമദാൻ. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആയത്ത് എന്താ? ഫൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, പ്രവാചകരെ എൻ്റെ അടിമകൾ എന്നെപ്പറ്റി താങ്കളോട് ചോദിച്ചാൽ ഞാൻ തൊട്ടടുത്തുണ്ടെന്ന് പറയൂ. അതുകൊണ്ട് ഉജീബു ദാവത്തദ്ദാ ഇദാ ദാൻ, പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും, എന്നോട് പ്രാർത്ഥിച്ചാൽ ഫലസ്തജീബുലി, ഉത്തരത്തിന് വേണ്ടി അവർ എന്നോട് ആവശ്യപ്പെടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റമദാനിലെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം പിന്നെ ഒരു കാര്യമായി നമ്മൾ പരിഗണിക്കുകയും വേണം എന്ന് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. കാരണം റമദാൻ ഇവിടെ പറയുന്നതിൻ്റെ മുമ്പ് നമ്മുടെ കഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും പുറത്ത് കിട്ടണം. അതിന് പുറമെ പുണ്യകരമായ റമദാനുകൾ ഒരുപാട് നമുക്ക് വീണ്ടും ലഭിക്കണം. അതിനുവേണ്ടിയൊക്കെയുള്ള പ്രാർത്ഥന. പിന്നെ നമ്മുടെ ഭൗതികമായ പാരിത്രികമായ ഒട്ടേറെ വിഷയങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ടാവും. അതൊക്കെ നമുക്ക് ചോദിക്കാവുന്ന സമയങ്ങളാണ് ഈ സമയങ്ങൾ. അതുകൊണ്ട് ഒരിക്കലും ഇത് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടുകൂടാ. പിന്നെ ഈ റമദാൻ ഈ രൂപത്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കാനും ഖദറിൻ്റെ രാത്രി ഉറക്കമൊഴിച്ചിരിക്കാനും അതുപോലെ അവസാന 10 ആരാധനകളുടെ വസന്തമാക്കി അതിനെ മാറ്റാനും ഒക്കെയുള്ള തൗഫീക്ക് കിട്ടാനും റബ്ബിനോട് പ്രാർത്ഥിക്കണം. നമ്മൾ ചിലപ്പോൾ വിചാരിച്ചാലൊന്നും അതിന് തൗഫീക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ തൗഫീക്കിന് വേണ്ടിയുള്ള പ്രാർത്ഥന അത് വലിയ വലിയ ആൾക്കാരൊക്കെ തന്നെ പ്രാർത്ഥിച്ചത്. അപ്പോൾ സുലൈമാൻ നബിൻ്റെ പ്രാർത്ഥന ഉണ്ടാവും, റബ്ബി ഔസീനി അഷ്കുറ നിഅമതക അല്ലത്തി അൻഅംത അലയ്യ വഅലാ വാലിദൈ.
അള്ളാഹു എനിക്ക് നീ തൗഫീഖ് നൽകണം, നിൻ്റെ നിയമത്തിന് അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ, അതുപോലെ എൻ്റെ മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കാനുള്ള തൗഫീഖ് നൽകണേ എന്ന പ്രാർത്ഥന. ഇതുപോലെ മറ്റുള്ള പ്രവാചകന്മാരുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ വർദ്ധിപ്പിച്ചിരുന്ന പ്രാർത്ഥന ഒന്ന്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത്ത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അള്ളാഹുവേ എൻ്റെ ഹൃദയത്തെ നീ നിൻ്റെ ദീനിൽ ഉറപ്പിച്ച് നിർത്തണമേ. അതുപോലെ രാവിലെയും വൈകുന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥന, യാ ഹയ്യു യാ ഖയ്യൂം, ഹയ്യായ അതുപോലെ ഖയ്യൂമായ അള്ളാഹുവേ, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മത്തിക അസ്തഗീസ്, നിൻ്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ നിന്നോട് സഹായം തേടുന്നു. പിന്നെന്താ, അസ്ലിഹി ലീ ശഅനി കുല്ലഹു, എൻ്റെ എല്ലാ കാര്യവും നീ എനിക്ക് നന്നാക്കി തരണം, എല്ലാം. വലാ തകിൽനി ഇലാ നഫ്സി തറഫത്തൈൻ, ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും എന്നെ നീ എന്നിലേക്ക് ഏൽപ്പിക്കരുതേ. അപ്പോൾ എല്ലാം നീ ഏറ്റെടുക്കണം. അപ്പോൾ എല്ലാവിധ തൗഫീഖിന് വേണ്ടി നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം. തൗഫീഖ് നൽകുന്നവൻ അവനാണ്. അപ്പോൾ റമദാൻ നല്ല നിലക്ക് സ്വീകരിക്കാൻ, ഇനി ഒരുപാട് റമദാൻ കിട്ടാൻ, അതുപോലെ ഭൗതികവും പാരിത്രികവുമായ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ലഭിക്കാൻ, അതിനൊക്കെ അമല് ചെയ്യാൻ, അതിനൊക്കെയുള്ള തൗഫീഖിന് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കണം. അപ്പോൾ എല്ലാ നിലക്കും എന്തൊക്കെ ഈ റമദാനിൽ പോരിശയുണ്ടോ, അനുഗ്രഹങ്ങളുണ്ടോ, അതെല്ലാം റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നന്മകൾ ചെയ്ത് മുന്നേറുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദ്.